സയൻസ് ആൻഡ് ടെക്നോളജി മ്യൂസിയത്തെ പറ്റിയുള്ള രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഇൻസാറ്റ് ഉപഗ്രഹങ്ങളുടെ ഗ്യാലറിയാണ്. ഈ ഉപഗ്രഹങ്ങൾ ജിയോ സിങ്ക്രണസ് ഉപഗ്രഹങ്ങൾ, അതായത് അല്ലെങ്കിൽ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെന്നാണ് അറിയപ്പെടുന്നത്. മെയിനായിട്ട് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ രാജ്യത്തിന് അഭിമുഖമായി ഏത് നിമിഷവും ഈ സർവത്ര നേരവും ഈ സാറ്റലൈറ്റ് ഉണ്ടാകും. എന്നാൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ നടക്കൂ. ഇന്ത്യയുടെ ഭാരമേറിയ ഉപഗ്രഹങ്ങളാണവ. ഇത് ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹങ്ങളെ പറ്റിയുള്ള ഗ്യാലറിയാണ്. ആര്യഭട്ട, ആപ്പിൾ തുടങ്ങിയവയൊക്കെയാണ്. ആര്യഭട്ടയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം. ഭാസ്കര എന്നാണ് രണ്ടാമത്തെ ഉപഗ്രഹത്തിൻ്റെ പേര്. ഭാസ്കരയും ആര്യഭട്ടയും, അതിനുശേഷം ആപ്പിൾ, അങ്ങനെ പല പല ചെറു സാറ്റലൈറ്റുകൾ നമ്മൾ പരീക്ഷണത്തിനായിട്ട് അയച്ചിട്ടുണ്ട്. ആര്യഭട്ട സാറ്റലൈറ്റിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ്, പാതി വഴിയിൽ ഉപേക്ഷിച്ചിരിക്കുക. സ്റ്റോപ്പ് ഓവർ അറ്റ് ദി മൂൺ. ഇത് നമ്മുടെ PSLV റോക്കറ്റാണ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ വിക്ഷേപിച്ചിട്ടുള്ളതും ഏറ്റവും വിശ്വസനീയമായിട്ടുള്ളതും ആയ റോക്കറ്റാണിത്. പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നതാണ്. 800-900 കിലോമീറ്റർ ഉയരത്തിലാണ് ഈ വാഹനം ഉപയോഗിച്ച് സാറ്റലൈറ്റുകളെ വിക്ഷേപിക്കുന്നത്. ഇത് അതിൻ്റെ ഒരു എൻജിൻ്റെ ചെറിയ രൂപമാണ്. PSLV റോക്കറ്റ്. റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് എല്ലാം PSLV ഉപയോഗിച്ചാണ് വിക്ഷേപിച്ചിരുന്നത്. ഇനി GSLV റോക്കറ്റാണ്. ജിയോ സിങ്ക്രണസ് ലോഞ്ച് വെഹിക്കിൾ എന്നാണ് GSLVയുടെ ഫുൾ ഫോം. ഇതിൽ Mark 1, Mark 2, Mark 3 എന്നിങ്ങനെ 3 പതിപ്പ് ഇപ്പോൾ നിലവിലുണ്ട്. Mark 3 ആണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പതിപ്പ്. അതായത് നമ്മുടെ ബാഹുബലി എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന GSLV Mark 3. ഇത് Mark 1 ആണ്. GSLV Mark 1 റഷ്യൻ ക്രയോജനിക് എഞ്ചിനാണ് ഉപയോഗിച്ചിരുന്നത്. അതേസമയം GSLV Mark 2 മുതൽ നമ്മുടെ ഇൻഡിജിനസ് ആയിട്ടുള്ള എഞ്ചിനുകളാണ് ഉപയോഗിക്കുന്നത്, ക്രയോജനിക് എഞ്ചിൻ. GSLV Mark 1 പേലോഡ് 2 മുതൽ 2.5 ടൺ വരെ ഭാരം വഹിക്കാൻ കഴിയും. 49 മീറ്ററാണ് അതിൻ്റെ ഉയരം. ക്രയോജനിക് എഞ്ചിൻ്റെ ഒരു മാതൃകയാണത്. ഇതാണ് GSLV Mark 3, അതായത് നമ്മുടെ ബാഹുബലി. ചന്ദ്രയാനെയും മംഗൾയാനെയൊക്കെ കൊണ്ട് സ്പേസിലെത്തിച്ച ആ റോക്കറ്റ്. ഈ GSLV Mark 3 ഉപയോഗിച്ച് 4 ടണ്ണുള്ള സാറ്റലൈറ്റിനെ നമുക്ക് ജിയോ സിങ്ക്രണസ് ഓർബിറ്റിൽ എത്തിക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ 10 ടണ്ണുള്ള സാറ്റലൈറ്റിനെ നമ്മുടെ 600 കിലോമീറ്റർ ഉയരത്തിൽ വരെ എത്തിക്കാൻ സാധിക്കും. അതായത് ലോ എർത്ത് ഓവർ ഓർബിറ്റിലും എത്തിക്കാൻ സാധിക്കും ഇത് ഉപയോഗിച്ച്. ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ പല ലെയറുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. എക്സോസ്ഫിയർ, തെർമോസ്ഫിയർ, മെസോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ. ശാസ്ത്രലോകത്തെ അതികായന്മാരാണ് ഇതൊക്കെ. സർ ഐസക് ന്യൂട്ടൺ, ആൽബർട്ട് ഐൻസ്റ്റീൻ തുടങ്ങിയവരൊക്കെ. ഇന്ത്യ ഇൻ സ്പേസ് അടുത്ത ഗാലറിയാണ്. ദ ക്രെഡിൽ, അതായത് കളിത്തൊട്ടിൽ. സെൻറ്റ് മഗ്ദലൈൻ ചർച്ച് ആണ് ശരിക്കും പറഞ്ഞാൽ പിന്നീട് സ്പേസ് മ്യൂസിയമായി മാറിയത്. ഈ പള്ളി തുമ്പയിലെ ടേൾസിനകത്ത്, അതായത് തുമ്പ VSSCക്കകത്ത് സ്ഥലം ഏറ്റെടുക്കുന്നത് സമയത്ത് ഈ പള്ളിയും ഉൾപ്പെടെയുള്ള സ്ഥലമാണ് ഏറ്റെടുത്തത്.
എബവ് ആൻഡ് ബിയോണ്ട്. ഇതൊരു ലോഞ്ച് പാഡിൻ്റെ മാതൃകയാണ്. ഒരു സാറ്റലൈറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇതിൻ്റെ സ്പീഡ് കൂടിപ്പോയാൽ ശരിക്കും അത് ഓർബിറ്റിൽ നിന്ന് അങ്ങ് ദൂരേക്ക് അങ്ങ് പോകും, പിന്നെ അത് തിരിച്ച് കിട്ടത്തില്ല. അതേസമയം സ്പീഡ് കുറഞ്ഞു പോയാൽ ഭൂമിയിലേക്ക് പതിക്കും. അതുകൊണ്ട് ഒരു സർക്കുലർ ഓർബിറ്റിൽ ഒരു പ്രത്യേക സ്പീഡിൽ, അതായത് ടേക്ക് ഓഫ് സ്പീഡിൽ തന്നെയാണ് അതിനെ നിലനിർത്തിയിരിക്കുന്നത്. ആ ഒരു പ്രത്യേക സ്പീഡിലാണെങ്കിൽ മാത്രമേ ഈ സാറ്റലൈറ്റിന് അതേ ഭ്രമണത്തിൽ നിലനിൽക്കാൻ കഴിയുള്ളൂ. ഇതിനു വേണ്ടി ആണ് പല ഉദ്യോഗസ്ഥരും അവിടെ സദാ ഇത് നിരീക്ഷിച്ചുകൊണ്ട് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. നീൽ ആംസ്ട്രോങ്ങിൻ്റെ മൂൺ ലാൻഡിംഗ്. ഇത് GSLV Mark II ആണ്. ഇൻഡിജിനസ് ആയിട്ടുള്ള ക്രയോജനിക് എഞ്ചിനും മറ്റുമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഇൻ സ്പേസ്. സോയൂസ് 1, ലൈക്ക, യൂറി ഗഗാറിൻ, വലന്റീന തെരഷ്കോവ ആദ്യ സ്ത്രീയാണ്, ആദ്യ വനിതയാണ്. ആദ്യ സ്പേസ് വാക്ക് നടത്തിയ അലക്സിയ ലെവനോവാണത്. ലൂണ 9, നീൽ ആംസ്ട്രോങ് ആദ്യത്തെ ചന്ദ്രനിലിറങ്ങിയ ആൾ. അടുത്തത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനെ പറ്റിയാണ്. ഇത് ISROയുടെ അഡ്വാൻസ്ഡ് ടെക്നോളജി ഡെമോൺസ്ട്രേറ്ററാണത്. ഒരു ഡെമോൺസ്ട്രേറ്ററാണ്. ATV 2016 ആണ് ഇത് വിക്ഷേപിച്ചത്. സ്ക്രാംജെറ്റ് ടെക്നോളജിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആദ്യത്തെ പരീക്ഷണം 2010-ലും രണ്ടാമത്തെ ATV-1 2010-ലും ATV-2 2016-ലുമാണ് പരീക്ഷിച്ചത്. ടെക്നോളജി ഡെമോൺസ്ട്രേറ്ററാണ്. സാറ്റലൈറ്റ്സ് ഇൻ ഓർബിറ്റ്. ജിയോസിൻക്രണസ് സാറ്റലൈറ്റും പോളാർ സാറ്റലൈറ്റും. ലിവിങ് ഇൻ സ്പേസ്. ഒരു ആസ്ട്രോനോട്ടിൻ്റെ അല്ലെങ്കിൽ കോസ്മോനോട്ടിൻ്റെ ജീവിതത്തെപ്പറ്റി കാണിച്ചുള്ള ചിത്രങ്ങളാണ്. ഇത് മാർസ് മിഷൻ. അമേരിക്കയുടെ മറൈനറും വൈക്കിങ്ങും ഒക്കെയാണ്. നമ്മുടെ മംഗൾയാനാണ്. ഇത് മൂൺ മിഷനാണ്. ലൂണ 1, ലൂണ 2. നമ്മൾ സ്പേസ് വിഭാഗത്തിൽ നിന്ന് മെക്കാനിക്കൽ വിഭാഗത്തിലേക്ക് കയറുകയാണ്. സിങ്ക്രോമെഷ് ഗിയർ ബോക്സാണത്. ബസ്സിലൊക്കെ വരുന്ന ഗിയർ ബോക്സാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള, അത്രയും ലോഡ് താങ്ങാൻ പറ്റുന്ന. ഇത് ക്ലച്ചിൻ്റെ ഒരു എക്സ്പ്ലോഡഡ് വ്യൂ ആണ്. ഇതൊരു എഞ്ചിനാണ്. പലതരത്തിലുള്ള മെക്കാനിക്കൽ ഉപകരണങ്ങൾ അതിൻ്റെ എക്സ്പ്ലോഡഡ് ഫ്രിക്ഷൻ, പലതരത്തിലുള്ള ഫ്രിക്ഷൻ. 2 ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ ഉണ്ട്. സ്റ്റാറ്റിക് ഫ്രിക്ഷനും കൈനറ്റിക് ഫ്രിക്ഷനും.
സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് നിശ്ചല പ്രതലങ്ങളുടെ ചലനത്തെ എതിർക്കുന്ന ഘർഷണമാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ചലനത്തിൻ്റെ തുടക്കത്തെ പ്രതിരോധിക്കുന്നു. ചലിക്കുന്ന രണ്ട് പ്രതലങ്ങൾ പരസ്പരം കടന്നു പോകുന്നതിന് പ്രതിരോധിക്കുന്ന ഘർഷണ ശക്തിയാണ് കൈനറ്റിക് ഫ്രിക്ഷൻ. ബെയറിങ്ങുകൾ പല വിധത്തിലുള്ള ബെയറിങ്ങുകളുണ്ട്. ബോൾ ബെയറിങ്, റോളർ ബെയറിങ്, പ്ലെയിൻ ബെയറിങ്, ഫ്ലെക്ചർ ബെയറിങ്, നീഡിൽ ബെയറിങ്. ബോൾ ബെയറിങ്ങുകൾക്കകത്ത് ബോളുകളാണുള്ളത്. ഗിയറുകളാണ് സ്പർ ഗിയറും ഹെലിക്കൽ ഗിയറും. സ്പർ ഗിയറിൽ ചെറിയ ചക്രം വലിയ ചക്രത്തെ കറക്കുന്നു, അപ്പോൾ വേഗത കൂടുതലായിരിക്കും. അതേസമയം ഹെലിക്കൽ ഗിയറിൽ വലിയ ചക്രം ചെറിയ ചക്രത്തെ കറക്കുന്നു, അപ്പോൾ വേഗത കുറവായിരിക്കും, പക്ഷേ പവർ കൂടുതലായിരിക്കും. ഗിയർ സംവിധാനങ്ങളെപ്പറ്റി വിശദമായ നോട്ടാണ് ഈ ചിത്രത്തിൽ എഴുതിയിരിക്കുന്നത്. ഇത് വായിച്ചാൽ അത് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇത് 1886 ബെൻസ് മോട്ടോഴ്സ് ഇറക്കിയ ലോകത്തിലെ ആദ്യത്തെ വാഹനം. ആ മോഡലാണ്. അതേ മോഡൽ വാഹനം, അതേ ആദ്യത്തെ ശ്രേണിയിൽപ്പെട്ട വാഹനം തന്നെയാണ്, ഒറിജിനൽ വാഹനം തന്നെയാണ് ഉപയോഗിക്കുന്നത്. കാൾ ബെൻസ് പേറ്റൻ്റ് എടുത്ത ഇതിൻ്റെ എൻജിന് കൗണ്ടർ വെയിറ്റുള്ള ക്രാങ്ക് ഷാഫ്റ്റ്, ഇലക്ട്രിക് ജ്വലനം, വാട്ടർ കൂളിംഗ് സിസ്റ്റം എന്നിവയെല്ലാം ഉണ്ടായിരുന്നു. ഇതാണ് ആ വാഹനം. ആദ്യത്തെ മോഡൽ ഓട്ടോമൊബൈലാണ്. ആ ചെയറിൻ്റെ മുന്നിൽ കാണുന്ന ഒരു ഷാഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണ് വണ്ടിയുടെ ഫ്രണ്ടിലത്തെ വീല് തിരിക്കുന്നത്. ഇത് അതിൻ്റെ എൻജിൻ സംവിധാനമാണ്. ഇത് അതിൻ്റെ വർക്കിംഗ് മോഡൽ തന്നെയാണ്, ഒറിജിനൽ വാഹനം തന്നെയാണ്. അതിൻ്റെ പൽചക്രങ്ങളും അതിൻ്റെ സസ്പെൻഷനും എല്ലാം ഇതിൽ കാണാം, ചെയിനും എല്ലാം കാണാം. ഈ ചെയറിൻ്റെ മുന്നിലുള്ള ആ നിർത്തിയിട്ട് ആ ഒരു ഷാഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോഴാണ് ഫ്രണ്ടിലത്തെ വീല് തിരിയുന്നത്. വീലുകൾ നമ്മുടെ സൈക്കിളിനുള്ളതുപോലെ കമ്പികൾ ഉപയോഗിച്ചുള്ള വീൽ കമ്പികൾ ഉപയോഗിച്ചുള്ള വീലുകളാണ്. ആദ്യത്തെ വാഹനത്തിൻ്റെ മോഡലായതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം അത് ഷൂട്ട് ചെയ്തത്. ഫോർ സ്ട്രോക്ക് 6 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് ഇരിക്കുന്നത്. ഇതിൽ 4 സ്ട്രോക്കുകൾ എന്ന് പറയുന്നത് സക്ഷൻ, കംപ്രഷൻ, ഇഗ്നിഷൻ, എക്സോസ്റ്റ്. അതായത് സക്ഷനിൽ ഫ്യൂവലും എയറും കൂടി വലിച്ചെടുക്കും. രണ്ടാമത്തെ കംപ്രഷൻ സ്ട്രോക്കിൽ അതിനെ കംപ്രസ് ചെയ്യും. മൂന്നാമത്തെ ഇഗ്നിഷൻ സ്ട്രോക്കിൽ അതിലൊരു തീപ്പൊരിയോ അല്ലെങ്കിൽ കംപ്രഷൻ്റെ ഉണ്ടാകുന്ന ചൂടോ കൊണ്ട് അത് കംപ്രഷൻ ഉണ്ടാകും, പൊട്ടിത്തെറിക്കും. ആ തെറിയുന്നതാണ് ശരിക്കും മെക്കാനിക്കൽ പവറായിട്ട് വണ്ടിയിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള 4ാമത്തെ എക്സോസ്റ്റ് സ്ട്രോക്കിൽ ഈ പുകയും മറ്റുമൊക്കെ വെളിയിലോട്ട് പോകാനുള്ള സംവിധാനമാണ്. ഇത് ഡിഫറൻഷ്യൽ സംവിധാനമാണ്. അതായത് ഒരു വാഹനത്തിൻ്റെ വളവിൽ തിരിയുന്ന വാഹനത്തിൻ്റെ പുറമേയുള്ള ചക്രം കൂടുതൽ ദൂരം കൂടുതൽ വേഗതയിലും അകമേയുള്ള ചക്രം കുറഞ്ഞ ദൂരം കുറഞ്ഞ വേഗതയിലും
സഞ്ചരിക്കണം. ഒരു ആക്സിലിൽ സംബന്ധിച്ചുള്ള ഈ 2 ചക്രങ്ങൾ വ്യത്യസ്ത വേഗതയിൽ കറങ്ങുന്നതിനുള്ള സംവിധാനമാണ് ഡിഫറൻഷ്യൽ സംവിധാനം. അതായത് ഒരു വളവ് തിരിയുമ്പോൾ ഇന്നർ സൈഡിലുള്ള വീല് കുറച്ച് ദൂരം ഓടിയാൽ മതി, അതേസമയം ഔട്ടർ സൈഡിൽ വരുന്ന വീല് കുറച്ച് കൂടുതൽ ദൂരം ഓടേണ്ടി വരും. അപ്പോൾ ഈ 2 വേഗതയിൽ ഓടുന്നതിനുള്ള സംവിധാനമാണ്, ഒരു ആക്സിലിൽ തന്നെ 2 വേഗതയിൽ ഓടുന്നതിനുള്ള സംവിധാനമാണ്. ഇത് ബസ്സിൻ്റെ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. അതിൻ്റെ എക്സ്പ്ലോഡഡ് മോഡലാണ് ഈ ഇരിക്കുന്നത്. ഇതാണ് നടുക്ക് നിന്നാണ് എൻ്റെ ഹൗസിങ്, 2 സൈഡിലുള്ളത് വീലുകൾ ഘടിപ്പിക്കുന്ന ഭാഗം. ഫ്രണ്ട് വീൽ അസംബ്ലിയാണ്. ഇതൊരു ബസ്സിൻ്റെയോ ലോറിയുടെയോ എങ്ങാണ്ട് ഫ്രണ്ട് വീൽ അസംബ്ലിയാണ്. ഈ 2 ചുമന്നര ഒരു ഷാഫ്റ്റ് പോലെ കാണുന്നത് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത്, അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അത് നീങ്ങുന്നതിനനുസരിച്ചാണ് വാഹനത്തിൻ്റെ ചക്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നത്, സ്റ്റിയറിങ്ങുമായി കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിലിനി സസ്പെൻഷനൊക്കെ വരും. ഇത് ഗിയർ ട്രെയിനുകളാണ്, ഗിയർ സംവിധാനം. ഗിയർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന്, ചെറിയ ചക്രം വലിയ ചക്രത്തെ കറക്കുമ്പോൾ ഉണ്ടാകുന്ന, ചെറിയ ചക്രം വലിയ ചക്രത്തെ കറക്കുമ്പോൾ സ്പീഡ് കുറവായിരിക്കും, പക്ഷേ നല്ല പവറായിരിക്കും. അതേസമയം വലിയ ചക്രം ചെറിയ ചക്രത്തെ കറക്കുമ്പോൾ സ്പീഡ് കൂടുതലായിരിക്കും, പവർ കുറവായിരിക്കും. ഇതാണ് ആ ഗിയർ ബോക്സ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു മോഡലാണ് ഈ വെച്ചിരിക്കുന്നത്. ഇത് ചെയിൻ ഡ്രൈവ്, ബെൽറ്റ് ഡ്രൈവ്, ടൈമിംഗ് ബെൽറ്റിൻ്റെ പ്രവർത്തനം. ടൈമിംഗ് ബെൽറ്റ്, ചെയിൻ ഡ്രൈവ്, ബെൽറ്റ് ഡ്രൈവ്. ടൈമിംഗ് ബെൽറ്റ് ശരിക്കും എൻജിൻ്റെ പ്രവർത്തനത്തിന് ആ സൈക്കിളുകൾ, അതായത് 4 സ്ട്രോക്കും 4 സ്ട്രോക്കുകളുണ്ടല്ലോ, ആ സ്ട്രോക്കുകൾ നിയന്ത്രിക്കുന്നതിനാണ്. മെക്കാനിക്കൽ ഓഡോമീറ്റർ, വാഹനങ്ങളുടെ സ്പീഡ് അറിയുന്നതിനുള്ള സംവിധാനമാണ് ഓഡോമീറ്റർ. എത്ര കിലോമീറ്റർ സ്പീഡിലാണ് വാഹനം ഇപ്പോൾ ഓടുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ബ്രേക്ക് സംവിധാനം എങ്ങനെ വർക്ക് ചെയ്യുന്നു, ബ്രേക്കിൻ്റെ ഷൂ എങ്ങനെയാണ് ആ ബ്രേക്ക് ഡിസ്കിൽ പിടിക്കുന്നതെന്ന് കാണിക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ്. പ്രിൻസിപ്പിൾ ഓഫ് ക്ലച്ച് സംവിധാനം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതാണ് ഈ ചിത്രത്തിലൂടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് ക്ലച്ച് സംവിധാനം. ഇത് എയർ ബാഗ് സിമുലേറ്ററാണ്. എയർ ബാഗ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ സിമുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സംഭവമാണ്. ഇതൊക്കെ നമുക്ക് ക്യാഷ് കൊടുത്ത് ഉപയോഗിക്കാവുന്ന, ആദ്യമേ തന്നെ ഇതിന് ടിക്കറ്റ് എടുക്കണം. ഇത് ഡ്രൈവിംഗ് സിമുലേറ്റർ ഉണ്ട്, എയർ ബാഗ് സിമുലേറ്റർ, ഇതിലൊക്കെ കയറുന്നതിന് പ്രത്യേകം ടിക്കറ്റാണ്. ഇതാണ് കാർ ഡ്രൈവിംഗ് സിമുലേറ്റർ. ഈ 3 മോണിറ്ററുകളും ഓൺ ചെയ്ത് കമ്പ്യൂട്ടർ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. റിയാക്ഷൻ ടൈം ടെസ്റ്റിംഗ് മെഷീൻ. നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമ്മുടെ റിയാക്ഷൻ എത്രത്തോളം പെട്ടെന്ന് നമ്മൾ റിയാക്ട് ചെയ്യുന്നു, അതായത് സാഹചര്യങ്ങൾക്കനുസരിച്ച്, ഇവൻറ്റുകൾക്കനുസരിച്ച് നമ്മൾ എത്രത്തോളം പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നു എന്ന് അത് മെഷർ ചെയ്യാനുള്ള സംവിധാനമാണ്. അടുത്ത ഗാലറിയിലേക്ക് പോകുന്നു, ഇലക്ട്രോണിക്സ് ഗാലറി. ഇലക്ട്രോണിക്സിൻ്റെ സെക്ഷനിലേക്ക് നമുക്ക് അടുത്ത പാർട്ടിൽ കടന്നു വരാം. അടുത്ത ഭാഗവുമായി ഞാൻ ഉടനെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും.